പത്രമായ പത്രത്തിലല്ല ഇത് ന്യൂസാ സാറേ. ഈ ലൂക്ക എന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആണെന്ന് ഇപ്പോഴും അറിയില്ല സാറേ. ആ JP ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൂക്കയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ചേട്ടാ, ആ സുധീഷിനെ വിളിച്ചിട്ട് താക്കോലും ഫയലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. പിന്നെ ആ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കാര്യം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചേക്കാനും പറയാം. അനുരാഗ് ചേട്ടാ, സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ആയിട്ടില്ല സാറേ. ഉച്ചയ്ക്ക് സർജൻ തന്നെ നേരത്തെ എത്തിക്കാന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ട് 4 ഫിംഗർ പ്രിൻസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 മാച്ച് ഉണ്ട്. ലൂക്ക, മാർട്ടി, സലോമി. പക്ഷെ 4ാമത്തെ ഒരു ലേഡിയുടെ. അത് മിക്കവാറും നിഹാരികയുടേതായിരിക്കാനാ ചാൻസ്. നീ ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ സാർ. ചേട്ടാ ഒന്ന് പിടിച്ചേ. അലോഷി, ഈ ഡയറിയാന്ന് തോന്നുന്നു. മാർട്ടി സലോമി ഇറങ്ങാൻ നേരത്ത് വന്ന കൊറിയർ. ആ ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്തരാ. ഇത് ചിലപ്പോൾ പല ഡോട്ട്സും ഫില്ല് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറയാം സർ. ഓഫീസിൽ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുമെന്ന് ജയറാം സാർ ചോദിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം സർജൻ ആ സമയമാകുമ്പോൾ അവിടെ എത്തും. ഇപ്പം സമയം എന്തായി? ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇപ്പം തന്നെ എത്താൻ പറ. ശരി. ഹലോ. പിന്നെ അലോഷി, സാർ, നീ ഇന്നലെ പറഞ്ഞില്ലേ ഇയാളുടെ ഒരു ഇവൻറ്റിന് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന കാര്യം? ആ എന്താ സംഭവം? അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കളിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരെ അവരെ മുണ്ട് മുതൽ കോണകം വരെ അടിച്ചു മാറ്റി വലിയൊരു ക്യാൻവാസ് ഉണ്ടാക്കി അവരെ പടം തന്നെ വരച്ചു. അതും ആ എക്സിബിഷന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ. പിന്നെ ഒരു വട്ടം വല്ലതും വേണം സാർ. അടിപൊളി. എന്നിട്ട് പിന്നീടൊന്നും സംഭവിച്ചില്ലേ? അവര് വേറെ വല്ല കോണവും മേടിച്ചാണ്. അല്ലാതെ എന്നെ നടക്കാനായി നാട്ടില്. എന്താ ചേട്ടാ? അല്ല, അവര് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയെന്ന് പറയായിരുന്നു സാറേ. ആ തൊപ്പിങ്ങോണ്ട് സാർ. ഡോക്ടർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിട്ട് റിപ്പോർട്ട് എടുപ്പിച്ചേനെ. ഐ ഗെസ് വി ഹാവ് സംതിങ്. യെസ് സർ, വി ഹാവ് ക്വയറ്റ് സംതിങ്. വിഷമുള്ളിച്ചെന്നാണ് ആൾ മരിച്ചിരിക്കുന്നത്. അത് വായിലൂടെ തന്നെ. ഓഹോ. എന്ത് വിഷമാണെന്നുള്ള കൺക്ലൂഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോ പോയ്സൺ. സ്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്നല്ല. ലൈക്ക് എ സെഡേഷൻ. പതിയെ മയങ്ങി ആ മയക്കത്തടിയിൽ സംഭവിച്ച വളരെ സ്മൂത്തായ, എഫേർട്ട്ലെസ് ആയ, പെയിൻലെസ് ആയ ഒരു ഡെത്ത്. 99%ഉം ഇതൊരു ആത്മഹത്യ തന്നെ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അങ്ങനെ ഉറപ്പിക്കാൻ അത് മാത്രം മതി ഡോക്ടർ? പോരാ. There comes a second finding. ലൂക്ക വാസ് ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ലൂക്കയുടെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആളുടെ ബ്രെയിനിൽ ഒരു ഓവർ മെച്യൂർഡ് മാലിഗ്നൻസി ഉണ്ടായിരുന്നു. Are you by any chance suspecting brain cancer? യെസ്. ആ ഗ്രോത്തിൻ്റെ ഒരു വിഷ്വൽ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് ആൾക്ക് കുറച്ച് ആഴ്ചകൾ, കൂടിപ്പോയാൽ 1-2 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. സ്വന്തം മരണം ഭയന്നുള്ള സൂയിസൈഡിന്റെ പോസിബിലിറ്റി. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. മീഡിയയോട് നമുക്ക് ഇത് പറഞ്ഞേക്കാം. എന്തു പറയുന്നു അക്ബർ? അയാളുടെ വീട്ടിലെ വർക്കുകളിലൊക്കെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഒരു ഫൈറ്റിന് പോലും നിൽക്കാതെ പെട്ടെന്ന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. ടെർമിനലി ഇല്ലായ ഒരു രോഗി ഏറെക്കുറെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അയാളുടെ പാസ്റ്റിനെ വെച്ച് പ്രസന്റിനെ റീഡ് ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. ഇഫ് യു ഗൈസ് ഹാവ് നത്തിങ് എൽസ്, ഷാൽ ഐ മൂവ്? യെസ് ഡോക്ടർ. സർ, ഹിയർസ് ദ റിപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഒരു സെക്കൻഡ്. ലൂക്കയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നത്തിങ് റെലവൻറ്റ്. അയാളുടെ ദേഹത്ത് അധികം ഉണങ്ങാത്ത 1-2 മുറിവുകൾ ഉണ്ടായിരുന്നു, അവിടെ എവിടെയൊക്കെയായിട്ട്. അത് ആക്ച്വലി മുറിവുകളൊന്നും അല്ല, ചെറിയ പോറലുകൾ. എന്തായാലും അത് ഇന്നലെ ഉണ്ടായതല്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താടോ, തന്നെ എന്തൊക്കെയോ ബോധർ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിയറിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ലൂപ്പ് ഹോൾസ് അല്ല സർ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞത് സംഭവത്തിന്റെ തലേ ദിവസം വൈകുന്നേരം അവരവിടെ നിന്ന് പോരുമ്പോൾ കുറെ നാളുകൾ കൂടി ലൂക്കയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് അവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിടത്തോളം അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു 2 ആഴ്ച മുമ്പ് ഓൾ ഓഫ് എ സഡൻ ഈ പെൺകുട്ടി അവിടെ നിന്ന് പോയി എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ പറഞ്ഞ കക്ഷിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് പ്രൊസീഡ്.
തൽക്കാലം ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പ്രശ്നോട് പറയാം. അല്ലെങ്കിൽ സ്വൈര്യം തരില്ല. അവരുടെ മൈൻഡും കുറച്ച് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ താൻ ചെല്ലേ. ഓക്കെ സർ. യാ. ആ മനോജ് പറഞ്ഞ കേസിൽ ലൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കില്ലേ സർവൻസ് നമ്മളോട് പറഞ്ഞ പെൺകുട്ടി? ഒരു പക്ഷേ JP നമുക്കൊരു ലീഡ് കിട്ടിയേക്കും. അയാൾ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ ആ പിന്നെ ബോഡി ക്ലെയിം ചെയ്യാൻ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും എത്തിയിട്ടില്ല സാർ. കൂടുതൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കേട്ടറിഞ്ഞിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്കതും JP കാണാം. അവൻ ചത്തത് നന്നായി. കൂടെ കൊണ്ട് താമസിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തവനേക്ക് അവൻ ഒറ്റയൊരുത്തം കാരണം എൻ്റെ ഹമോള് ആത്മഹത്യ ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട്. ലൂക്കയുടെ കൂടെ താമസിച്ചിരുന്ന നിഹാരിയെ കുറിച്ചാണോ? ആ കുട്ടി ആത്മഹത്യ ചെയ്തോ? എപ്പോ? ഒരാഴ്ചയായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായി. എവിടെ വെച്ച്? ബാംഗ്ലൂർ അവളുടെ വീട്ടിൽ വെച്ചു. എന്നിട്ട് ഈ വിവരം നിങ്ങൾ ലൂക്കയെ അറിയിച്ചിരുന്നോ? എന്തിന്? അവനാരാ? ഓക്കെ. ബൈ ദ വേ മിസ്റ്റർ JP, നിങ്ങൾക്ക് എങ്ങനെ നിഹാരികയെ അറിയാം? മിസ്റ്റർ അക്ബർ, നിഹ എൻ്റെ മരുമകളാണ്. എൻ്റെ ഒരേ ഒരു അനിയത്തിയുടെ മകൾ. ഞാൻ വളർത്തിയ കുട്ടിയാവള്. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്. അവളെയാണ് സ്കൗണ്ടർ. വി ആർ യെറ്റ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ഷോക്ക്. ആ സ്കൗണ്ടറിനെ പറ്റി ഒന്നും പറയാനില്ല. ബട്ട് നിഹ, ഞങ്ങൾ അടുപ്പുള്ളവരൊക്കെ അവളെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. നിഹാരിക ബാനർജി. ബാനർജി? അതൊരു ബംഗാളി പേരല്ലേ? അതെ. ജയസുധ വിവാഹം കഴിച്ചത് ഒരു ബംഗാളിയാണ്, അശുതോഷ് ബാനർജി. ബംഗാളി റൈറ്ററാണ്. പഠിച്ചിരുന്ന കാലത്തുണ്ടായ പരിചയ. നെഹയുടെ 3ാമത്തെ വയസ്സിൽ ഹി പാസ്ഡ്. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. പിന്നെ അധികം നാൾ അവർ കൽക്കട്ട നിന്നില്ല. ബാംഗ്ലൂർ ഫിലോമിനാസിൽ ജയസുധയ്ക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവരോടെങ്കിൽ സെറ്റിൽ ചെയ്തു. നിഹ പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. അമ്മ മാത്രം ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഒരല്പം സീരിയസ് ആയിരുന്നു അവൾ ചെറുപ്പം മുതൽ. അച്ഛനെ പോലെ എഴുതും വായനയൊക്കെ ആയിട്ട് അവളുടെ ഒരു ലോകത്ത്. സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയുടെ വഴിക്ക് അക്കാഡമിക്സിലായി താല്പര്യം. പിന്നെ മാസ്റ്റേഴ്സ്, PhD. JPയോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണോ നിഹാരിക കൊച്ചിയിലേക്ക് എത്തിയത്? അല്ലല്ല, അവൾ വന്നത് PhD ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ടാണ്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. ഇവിടെ 2 മാസമായിട്ട് ക്യുസാറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലായിരുന്നു. ഇവിടെയായിരുന്നു താമസം. അതിനിടയ്ക്കാണ് അവനെ കാണുന്നതും ഒരു ദിവസം അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത്. പോയതിനു ശേഷം നിങ്ങൾ അമ്മയെ കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ അവൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത് കിട്ടിയ ദിവസം അവളെ തിരിച്ചു വിളിക്കാൻ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ കൂടുതൽ സംസാരിക്കാൻ അവൻ സമ്മതിച്ചില്ല. അവളെ വിളിച്ചിട്ട് പോയി. ഈ സംഭവം നടന്നത് ഡ്രീംസിൽ വെച്ച് നടന്ന ഒരു പാർട്ടിക്കിടയിലല്ലേ? അതെ. അത് നിങ്ങളെങ്ങനെ? ലൂക്ക നിങ്ങളുമായിട്ട് ഒരു പാർട്ടിക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ ലൂക്കയെ നിഹാരികയോ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്ന അവൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോയിന്നാ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടായിരിക്കും. പക്ഷെ തിരിച്ചു വന്നത് പഴയ നിഹ ആയിരുന്നില്ല. എപ്പോഴും മുറിക്കകത്തും പൂട്ടിയിരുന്ന് അവസാനം നിഹാരിക സൂയിസൈഡ് ചെയ്ത് എങ്ങനെയാ? വിഷം കഴിച്ച്. രാവിലെ ജയ പുറത്ത് കാണാതെ അകത്ത് കയറി നോക്കിയപ്പോൾ ഡീപ്പ് സ്ലീപ്പ് ലെവൽ അവൾ കിടക്കുകയായിരുന്നു. എല്ലാം കാരണമാണ് സാർ. അവനാ അവളെ കൊന്നത്. ആ ഇതാ സാറേ ഡയറി. ആ എടാ, പിന്നെ ലൂക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ആശാൻ, ശിവൻ. ആളെ കിട്ടിയിട്ടില്ല. പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു സംഗതി ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, എന്താ ശ്രീസായി ബിൽഡേഴ്സ്, അവരുടെ കൺസേൺഡ് ആൾക്കാരെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വയ്ക്കും. ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി ഇടണ്ട. ശരി. എന്നാൽ നിങ്ങൾ വിട്ടു. നാളെ കാണാം. സാറിന്ന് നേരത്തെയാണല്ലോ.
നീ അവിടെ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്നതിൻ്റെ 100 ഇരട്ടി പെയിനുണ്ട് എനിക്കിപ്പോൾ. ഒന്നാമത് നീ കൂടെയില്ല, എന്നെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയും ചെയ്തു. അതുപോട്ടെ, നിന്നെ ഹാപ്പിയാക്കുന്നൊരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിൻ്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു ഇത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഇതിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴക്കിട്ട് പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കൗതുകം. അന്നത്തെ ഒരു ദിവസത്തിൽ തീരില്ല നമ്മുടെ പരിചയം എന്നൊരു തോന്നൽ. അതിൽ തുടങ്ങിയ എഴുത്താണ്. നമ്മുടെ ഇടയിൽ നടന്ന കുസൃതികളും ചെറിയ വഴക്കുകളും എൻ്റെ ചില തല്ലുകൊള്ളിത്തരങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മുഴുവൻ വായിക്കും. ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യും. കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നും. അപ്പോൾ ഇങ്ങ് പോരാ, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ ലൂക്ക, എന്തൊരു ഷോർട്ട് ടെമ്പേർഡ് ആടോ താനൊരു ആർട്ടിസ്റ്റ് അല്ലേ? കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണ്ടേ? എന്തോ ഒരു അലമ്പായിരുന്നു ഇന്നവിടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു കഥയില്ലാത്ത കക്ഷി. ഈ ദേഷ്യമൊക്കെ ചുമ്മാ ഫേക്കല്ലേ? താൻ ചിലപ്പോ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. അത് നോക്കിയേ, അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാ. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നേ? നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കിട്ടും. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവല്ലോ ഒരു പെയിന്റിങ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിന് എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ 2 എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുന്നത് എനിക്ക് 2 മാസം. 2 മാസമോ? ഇതിനോ? ഒന്ന് പോവാശേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തു വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചെയ്യാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലോ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുവല്ലോ എഴുതി വെച്ചൂടായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ, മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, സീൻ ഇറക്കാൻ കെട്ടിയെടുക്കണ അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് പോയാൽ വഴി കാണിച്ചു തരാം. ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമല്ലോ. എങ്ങോട്ട് പോയാ ഈ റോഡിന്റെ മൂടുന്നായി ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കിയെങ്കിൽ വന്നേ. കൊണ്ടൊന്നും തോന്നരുത്, നീ കാണിച്ച മഹാബോറായിപ്പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്നത് നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളുടെ അടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, ഏയ് അതെ, നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ,
ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്നും സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടിയില്ല, അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെ ഇവന് വലിയ സപ്പോർട്ട്. കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ ഉണ്ടാവും. വരടാ. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ. എടോ ചിൽ. അതെ, നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് ഒരു ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി സോറി. എടോ, താൻ നേരത്തെ പറഞ്ഞ പോലില്ലേ, എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട് ഫ്രണ്ടില്ലേ, അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ആ, ഇനി മേലാൽ ഇങ്ങനെ എക്സിബിഷൻ്റെ എഴുത്ത് വന്നത് മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ, പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ, സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയി. അത് ശരിയാ, പക്ഷേ തന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു ക്യാൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ, ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ല. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിങ്ങ് കൊള്ളും, പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. ഇത് JPയുടെ വീട് അല്ലേ? എടോ, ഞാൻ വൈകുന്നേരം പറഞ്ഞില്ലേ എനിക്ക് കുറച്ചധികം ദേഷ്യക്കൂടുതലുണ്ടെന്ന്. അപ്പോൾ ശരി, ഓക്കെ, ബൈ. നിഹ, ഇത് നിന്റെ ബാംഗ്ലൂരല്ല, മനുഷ്യൻ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന കൊച്ചിയാണ്. വല്ലവൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് വല്ലപ്പോഴും വന്ന് കയറുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. പിന്നെ ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത്? നീ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം നീ ചെയ്യുന്നതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നിന്റെ അമ്മ എങ്ങാനും വിളിച്ചു ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അമ്മയടുത്ത് പറയാനാണെങ്കിൽ എനിക്കും ഉണ്ട് കുറേ കാര്യങ്ങൾ. അങ്കിളിന് അറിയാലോ. വെറുതെ എൻ്റെ വാ തുറപ്പിക്കരുത്. ഞാൻ എല്ലാം മറന്നിട്ടാണ് ഇവിടെ ഒന്ന് താമസിക്കുന്നതെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. അമ്മ പറഞ്ഞു, ഞാൻ വന്നു. എനിക്ക് വേറെ നല്ലൊരു സ്ഥലം ശരിയായിരുന്നിടത്ത സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതുവരെ എൻ്റെ പാട്ടിന് വിടുന്നേ നല്ലത്. ഒച്ച വെക്കാതെ. സത്യം പറ ലൂക്ക, എനിക്ക് എത്ര ഫേസസ് ഉണ്ട്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ദിവസം കണ്ട ആ ചൂടൻ ചെറുക്കനെ അല്ലായിരുന്നു നീ ഇന്ന്. ഭയങ്കര സീരിയസ് ആയ ഡീപ്പായ ഒരാൾ. കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറിപ്പോയി. പക്ഷെ സാരില്ല, അതും ഇതും ഒക്കെ കൊള്ളാം. അന്ന് രാത്രി തോന്നിയത് ഇടയ്ക്കൊക്കെ വിളിച്ച് തല്ലുകൂടാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഫ്രണ്ടിനെ കുറേ നാളുകൂടി കിട്ടിയെന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തോന്നുന്നത് വഴക്കുകൂടാൻ മാത്രമല്ല, ഒന്ന് കാല് തെറ്റിയാ വീഴാതെ താങ്ങാനും നീ മതിയില്ല. മതിയായിരിക്കുമല്ലേ? പിന്നുണ്ടല്ലോ, ചേർത്ത് നിർത്തി 2 വാക്ക് കൂടി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നീ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആഹാ, ഇതൊരു ചെറിയ എക്സിബിഷൻ സ്പേസ് ആണല്ലോ. അകത്തേക്ക് വരാമോ? അതോ അന്നത്തെ പോലെ ചീത്ത വിളിക്കോ? ധൈര്യമായിട്ട് അകത്തേക്ക് വരാം. പക്ഷെ അവിടെ കാണുന്ന സാധനത്തെ പറ്റി വാ തുറന്നേക്കരുത്. എങ്ങനെ തപ്പിപ്പിടിച്ച് എത്തി ഇങ്ങോട്ട്? അത് എനിക്കൊരു പെയിന്റിങ് വേണമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് ആ അലമ്പിൽ അതൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഒരു പെയിന്റിങ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ് ഭയങ്കര ഇന്റർനാഷണലാണ്, അപ്പം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്.
അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വന്നതല്ലേ ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വാങ്ങാമെന്ന് വെച്ചു. അതുമില്ല. അതെ, ഇങ്ങനെ അഫോർഡബിൾ അല്ല എന്നൊന്നും പറഞ്ഞ് വരത്തല്ലേ. നമുക്ക് വഴിയുണ്ടാക്കാം. ഓക്കെ. പക്ഷെ വൺ റിസ്ക് ആണ് താൻ എടുത്തിരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ കലാകാരന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ ചീത്തപ്പേരുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരനും സുമുഖനും സിംഗിളുമായ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. നീ അത്ര നീറ്റല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ല. അന്ന് തൊട്ട് അങ്കിൾ തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു 10 ലെക്ചറെങ്കിലും കേട്ടിട്ടുണ്ടോ? ആര്? ജെപിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആളൊരു നല്ല മനുഷ്യനാണെന്നാണോ ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല പുള്ളിക്കനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചിലപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും.